നമുക്ക് സ്ക്രീനിൽ കാണാം. ഇവിടെ റദ്ദാക്കിയ വിമാനങ്ങളുടെ പട്ടികയാണ്. ഇൻഡിഗോ വിമാനങ്ങൾ, കൊച്ചി ദോഹ വിമാനം റദ്ദാക്കി. കൊച്ചി ദുബായ് 6:20 യാത്ര ചെയ്യേണ്ടിയിരുന്ന വിമാനം. കൊച്ചി റാസൽ ഖൈമ 9:50 പുറപ്പെടേണ്ട വിമാനം. ഒപ്പം തന്നെ ഇൻഡിഗോയുടെ വിമാനങ്ങൾ കൂടി റദ്ദാക്കിയ പട്ടികയിൽ 641473, 6065, 641435 എന്നീ വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിലെ കോഴിക്കോട് നിന്നും കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നുള്ള ഒട്ടേറെ വിമാനങ്ങൾ റദ്ദാക്കുകയും പലതും തിരികെ വിളിക്കുകയും, യാത്ര തുടങ്ങിയ വിമാനങ്ങൾ തിരികെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അപ്പോൾ ഇന്ന് ഈ യാത്ര ചെയ്യുന്ന ആളുകൾ, തീരുമാനിച്ചിരുന്ന ആളുകൾ വളരെ കൃത്യമായി സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷേ വ്യോമപാത എപ്പോൾ തുറക്കുമെന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് ഇറാന്റെ ആക്രമണം വീണ്ടും കടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ, അമേരിക്കയുടെ എയർബേസുകൾ, നേവി ബേസുകളൊക്കെ ലക്ഷ്യമിട്ട് ഇറാന്റെ ആക്രമണം വീണ്ടും കടുക്കുന്നു. നേരത്തെ ബഹ്റൈനിലെ ജുഫൈറിൽ വീണ്ടും അവിടെ ഒരു ആക്രമണം ഉണ്ടായി. പക്ഷേ അത് ആ മിസൈൽ ആക്രമണത്തെ തടുക്കാൻ അവിടെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ബഹ്റൈനിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത്. ഖത്തറിൽ നിന്നും സമാനമായ രീതിയിലുള്ള വിവരങ്ങൾ വരുന്നു. എന്തായാലും വലിയ ആശങ്കയിലൂടെ കടന്നു പോവുകയാണ് ഈ നിമിഷം പശ്ചിമേഷ്യയാകെ, ഗൾഫ് രാജ്യങ്ങൾ ഒന്നാകെ, ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ, നമ്മുടെ വീട്ടിലുമൊക്കെ അതിൻ്റെ ആശങ്കകൾ, അലയൊലികൾ വല്ലാതെ വരുന്നൊരു സമയം കൂടിയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ ഒട്ടേറെയുള്ള സ്ഥലമാണ് ഗൾഫ് രാജ്യങ്ങൾ എന്ന് നമുക്കറിയാം. പ്രവാസികളായിട്ടുള്ള നമ്മുടെ സഹജീവികളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും അവിടെയുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യങ്ങൾ അങ്ങനെ അതീവമായി ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഇപ്പോൾ ഇറാന്റെ ആക്രമണം എന്ന് പറയുന്നത് അവിടുത്തെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടാണ്. അതായത് അവിടുത്തെ US-ന്റെ, അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ആക്രമണങ്ങൾ. അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലും നമ്മൾ ജാഗ്രത പാലിക്കണം. അതിനപ്പുറത്തേക്ക് അതീവമായി ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലെ സാഹചര്യത്തിലില്ല എന്ന് തന്നെയാണ്.